പൈനാപ്പിൾ വെള്ളരിക്ക പുളിശ്ശേരി നമുക്കുണ്ടാക്കാം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം വെള്ളരിക്കയും ഒരു കഷ്ണം പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിലേക്ക്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള ഉപ്പ്, കഷ്ണം വേവാൻ ആവശ്യമായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ചെറിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. കഷ്ണം വെന്തോ നോക്കാം. വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ നന്നായിട്ട് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ തേങ്ങയുടെ പച്ചവാസന മാറുന്നവരേക്ക് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ 1 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മാത്രം മതി. സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിശ്ശേരി റെഡി. ഇനി ഇതിന് കടുക് വറുത്താൽ മാത്രം മതിയാവും. അതിലേക്ക് 2 കരിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം കറിക്ക്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സൈഡൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും നിങ്ങളും തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നെയ്യാണ് ഞാൻ സാധാരണ ഒഴിക്കാറുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ അതെടുത്താൽ മതിയാവും. അല്പം നെയ്യ് ചേർത്ത് കൊടുത്തു. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക്, മുളക്, കറിവേപ്പില ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിടാം. ഉണ്ണാനൊക്കെ നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുളിശ്ശേരിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.